ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ തുടങ്ങി അതിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുടെയും ഡൗട്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഏത് ചാനലിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എന്നുള്ളത്. അത് ഫേസ്ബുക്കിൽ നിന്നാണോ, യൂട്യൂബിൽ നിന്നാണോ, ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണോ, ടെലഗ്രാമിൽ നിന്നാണോ, അല്ലെങ്കിൽ വേറെ ഏത് ചാനൽസിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളത് പല ആളുകളുടെയും ഡൗട്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൽ ഏതിലാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മറ്റൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഡൗട്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, നമ്മൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളതാണ്. പല ആളുകൾക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ ഒന്നും കൂടെ പറയാണ്, പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയാണ്. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറുമാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോ 4000 മണിക്കൂർ ആളുകൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയിട്ട് കിട്ടും. അതായത് ലോങ് വീഡിയോ, അത് നിങ്ങൾ ഓൺ കണ്ടന്റ് ആയിരിക്കണം. അതിൽ മ്യൂസിക്കോ മറ്റു കാര്യങ്ങളോ ആഡ് ചെയ്യരുത്. അതായത് കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കോ അല്ലെങ്കിൽ സോങ്സോ ഒന്നും ആഡ് ചെയ്യാതെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ അല്ലാതെ നിങ്ങൾ ഓൺ കണ്ടന്റ് ആയിരിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4000 മണിക്കൂർ നിങ്ങൾ വാച്ച് അവറും അതുപോലെ തന്നെ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ ലോങ് വീഡിയോസിന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഷോർട്സിന്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഷോർട്സ്, നമ്മളിപ്പോൾ ഷോർട്സ് കാണാറുണ്ടല്ലോ, ഷോർട്സിലും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് 10 മില്യൺ വ്യൂസ്. നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആയിരിക്കണം. മറ്റ് കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള ഒന്നും അതിൽ യൂസ് ചെയ്യാതെ നിങ്ങൾ ഓൺ കണ്ടന്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ 10 മില്യൺ വ്യൂസ് ആണ്. അതായത് 10 മില്യൺ വ്യൂസ് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ലോങ് വീഡിയോസിൻ്റെ കാര്യമാണെങ്കിൽ ഒരു വർഷമുണ്ട്. ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും മതി. പക്ഷേ ഷോർട്സിൻ്റെ കാര്യത്തിൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് 3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് ഒരു ഷോർട്സിനല്ല, നിങ്ങൾക്ക് എത്ര ഷോർട്സ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. 10, 20, 25, 100 ഷോർട്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കൗണ്ടാണ് നോക്കുക. ടോട്ടൽ എത്ര വ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യം ഇട്ടതിന് ചിലപ്പോൾ ഒരു 10,000 വ്യൂ കിട്ടി, രണ്ടാമത്തെ ഇട്ടതിന് 5000 കിട്ടി, അങ്ങനെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 10 മില്യൺ വ്യൂസ് നിങ്ങൾ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്ത ഷോർട്സിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടും. യൂട്യൂബിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, പക്ഷെ നമുക്ക് ലോങ് വീഡിയോസിൽ ഇത്രയും വാച്ച് അവർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ ചിലപ്പോൾ പല വീഡിയോസും വൈറലായിട്ട് പെട്ടെന്ന് പോകും. പക്ഷേ ലോങ് വീഡിയോസിലൂടെ നമ്മൾ ആ ഒരു വാച്ച് അവർ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് കണ്ടന്റുകൾ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടാൽ മാത്രമേ നമുക്കതിൽ വാച്ച് അവർ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഏതെങ്കിലും ഈ പറയുന്ന പോലെ വൈറലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധ്യത ഉണ്ട്, പക്ഷെ അത് വളരെ കുറഞ്ഞ സാധ്യതയാണ്. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പല ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ല വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിട്ട് തന്നെ ഒരുപാട് ഓർഗാനിക് ആയിട്ട് ആളുകൾ വരികയും ചെയ്യും. ഇത് രണ്ടും അല്ലാതെ നമുക്ക് പൈസ കൊടുത്തിട്ട് വാച്ച് അവറും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതല്ലാതെ ഓർഗാനിക് ആയിട്ട് തന്നെ നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനും ലൈക്കും ഷെയറും കമന്റും വാച്ച് അവറും എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ യൂട്യൂബിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്. ഇനി അടുത്തത് വരുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് പ്രൊഫഷണൽ മോഡലും നമുക്ക് ഇതുപോലെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഒരു നിലവിലുള്ള ഒരു ഫേസ്ബുക്ക് പേജിനെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ പിന്നെ അതിൽ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയിട്ട് കിട്ടും. പക്ഷെ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 5000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോക്ക് 60,000 മിനിറ്റ് 60,000 മിനിറ്റ് വ്യൂ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടും. അതുപോലെ തന്നെ ഷോർട്സിനും ഇത് തന്നെയാണ് ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെയും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. പിന്നെ ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫേസ്ബുക്കിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ക്യാഷ് കിട്ടുന്നത്, ചിലപ്പോൾ യൂട്യൂബിൽ നിന്നായിരിക്കും. ഇപ്പോൾ ചില വീഡിയോസ് യൂട്യൂബിൽ നന്നായിട്ട് വൈറലായിട്ടുണ്ടാവും, പക്ഷെ ആ വീഡിയോസ് തന്നെ എടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രത്തോളം വ്യൂ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഏതെന്നാണ് കൂടുതൽ പൈസ കിട്ടുക എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കുറച്ചു കാലം മുമ്പ് വരെയൊക്കെ ഫേസ്ബുക്കിലായിരുന്നു കൂടുതൽ ആളുകൾ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ പക്ഷെ അത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പോൾ യൂത്തിൻ്റെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. യൂട്യൂബും ഫേസ്ബുക്കും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നമുക്ക് ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു മോണിറ്റൈസേഷൻ പോളിസി ഒന്നുമില്ല. അതായത് ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് ആയിട്ട് നമുക്കങ്ങനെ പൈസ തരുന്നില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് കൊളാബ്സ് ഒക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കൊളാബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോറൂമായിട്ടൊക്കെ ഒരു ടൈപ്പ് ഉണ്ടാക്കി അപ്പോൾ അവരുടെ
ആഡ് പോലെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്കൊരു എമൗണ്ട് പറയാം, ആ എമൗണ്ട് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾ വീഡിയോ ചെയ്തോളൂ, രണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഏണിങ്സ് വരും. പക്ഷേ ഏതിൽ നിന്നാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില വീഡിയോസ് ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ നിന്ന് കൂടുതൽ പൈസ കിട്ടും, അതിന് ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ രണ്ടിലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് അതിലുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 5000 അല്ലെങ്കിൽ 4000 3000 ഒക്കെ ഫ്രണ്ട്സ് ഓൾറെഡി അതിലുണ്ടായിരിക്കും ഫോളോവേഴ്സ് ആയിട്ട്. അപ്പോൾ അവർ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് വരാനും ഷെയർ വരാനും ലൈക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. പക്ഷേ യൂട്യൂബിന്റെ കാര്യത്തിൽ നിങ്ങൾ 1 തുടങ്ങേണ്ടതാണ്. 0 തുടങ്ങണം. 0 സബ്സ്ക്രൈബേഴ്സ് എന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി കൊണ്ടുവരുന്നത്. നിങ്ങൾക്കൊരു 5K അല്ലെങ്കിൽ 10K ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഫോളോവേഴ്സിന്റെ കാര്യം അങ്ങനെ തന്നെ. നിങ്ങളുടെ വീഡിയോ ഒന്ന് വൈറലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും നിങ്ങളെ ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ വൈറലാക്കി എടുക്കാം. ആ വൈറലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത്യാവശ്യം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ലൈക്കും കമന്റും ഷെയറൊക്കെ ഇഷ്ടംപോലെ വരും. അങ്ങനെ ഒന്ന് ആക്കിയെടുക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരിക. ആദ്യം ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ട് അടുത്ത് കൊണ്ടുവരിക. അങ്ങനെ എഡിറ്റിലായിക്കോട്ടെ, ഷൂട്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ, അങ്ങനെ നിങ്ങൾ വീഡിയോന്റെ ക്വാളിറ്റി മാക്സിമം നിങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ വീഡിയോസൊക്കെ യൂട്യൂബ് തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് തന്നെ റെക്കമെൻഡേഷനിൽ ഇടും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് തമ്പനെയിൽ കണ്ടിട്ട്, അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തമ്പനെയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ തോന്നണം. ആ രീതിയിൽ തമ്പനെയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അതിൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നോക്കാനും സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണോ യൂട്യൂബിൽ നിന്നാണോ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. പല ആളുകൾക്കും പലതിൽ നിന്നായിരിക്കും കൂടുതൽ കിട്ടുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്കിലായിരിക്കും. പക്ഷെ നിങ്ങൾ എല്ലാത്തിലും ഒരേപോലെ നിങ്ങൾ കൊണ്ടുനടക്കുക. ഒരു വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാം സെയിം വീഡിയോസ് തന്നെ ഇടുക. അപ്പോൾ നിങ്ങൾ പലതിലും പല ഫോളോവേഴ്സും പല സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ഫേസ്ബുക്കിലുള്ള സെയിം ഫോളോവേഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട വീഡിയോ ചിലപ്പോൾ യൂട്യൂബിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ കാണണമെന്നില്ല. അപ്പോൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇടുക. ഇനി ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേപോലെ ഇടുക, അതായത് ഷോർട്ട് വീഡിയോസ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാലം അതിൻ്റെ പുറകെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യാം. അതായത് വൺസ് നമ്മൾ ശ്രമിച്ച് കുറച്ച് കാലം നോക്കിയിട്ട് ഇത് നടക്കുന്നില്ല, വ്യൂ കിട്ടുന്നില്ല എന്നുള്ള ചിന്ത മാറ്റി വെച്ച് അപ്പോൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചാനൽ തുടങ്ങുന്ന എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ അവസാനമായിട്ട് ഒന്നുകൂടെ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ മറന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് തന്നെ പോണേ. ഓക്കെ, ബൈ.